Bismillahirrahmanirrahim. Innalhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. Assalamu alaikum warahmatullahi wabarakatuh. ഇനി നമുക്ക് ഖുർആനിൽ സൂ വന്നത് നോക്കാം, ചില ഉദാഹരണങ്ങൾ ഇൻഷാ അല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം. അള്ളാഹു മഹത്തായ അനുഗ്രഹശാലിയുമാകുന്നു. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഉടമ, ദൂ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയാണ്. ഓക്കെ, ഉള്ള എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ദൂ മുദാഫാണ്, മർഫുവാണ്. അൽ ഫദ്ലി മുദാഫിലെ മജ്റൂർ, അലിഫ് ലാം വന്നുകൊണ്ട് തൻവീന് ഇല്ല. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് നോക്കൂ. വ റബ്ബുക അൽ ഗഫൂറു ദുർ റഹ്മ. നിൻ്റെ രക്ഷിതാവ് വളരെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ദുർ റഹ്മത്തി, അവിടെയും റഹ്മത്തി, അർ റഹ്മത്തി മുദാഫിലെ മസ്റൂർ, ദു മുദാഫ്. അപ്പോൾ കരുണൻ്റെ ഉടമയായവൻ, കരുണയുള്ളവൻ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് നോക്കൂ. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വ ആദുൻ വ ഫിർഔന ദുൽ ഔതാദ്. നൂഹിൻ്റെ ജനതയും ആദ് ഗോത്രവും കുറ്റി ആണികളുടെ ആളായ ഫിർഔനും ഇവരുടെ മുമ്പ് വ്യാജമാക്കുകയുണ്ടായി. അപ്പോൾ ആണികളുടെ ആൾ, അപ്പോൾ അവർ എന്താണ്, ഫിർഔനെ കുറിച്ച് ഇതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ ഈ മഴയും കാറ്റും ഒന്നും കൊണ്ട് പാറാതിരിക്കാൻ നമ്മൾ ആണി കൊണ്ട് ഇടുകയല്ലോ, തമ്പ് ഉറപ്പിക്കുമല്ലോ, അതാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം അതുപോലെ ഫിറൗൻ്റെ സാമ്രാജ്യത്തെ അത്രയും ഉറപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഫീഹ ഫാക്കിഹത്തുൻ വന്നഖ്ലു ദാത്തുൽ അക്മാമി. അതിൽ പഴവർഗ്ഗമുണ്ട്, പാളകളുള്ള ഈത്തപ്പനകളുമുണ്ട്. അപ്പോൾ പാളകളുള്ള. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് മുഅന്നസാണ്, ദാത്തു. വയബ്ഖ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. മഹത്വവും ഉദാരതയുമുള്ളവനായ നിൻ്റെ റബ്ബിൻ്റെ വദനം ശേഷിക്കുകയും ചെയ്യും. അപ്പോൾ ഉദാരതത്തിൻ്റെ ഉടമ. ഓക്കെ, ദുൽ ജലാലി. അപ്പോൾ ദു മർഫു വഹു മുദാഫ്, അൽ ജലാലി മുദാഫിലെ മജ്റൂർ. ബാറക്കല്ലാഹു ഫീക്കും.